കേരളത്തിന്റെ രൂപീകരണത്തോളം തന്നെ പഴക്കമുണ്ട് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലെ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിന്. 1957 രൂപീകൃതമായ വികസനകാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഈ മണ്ഡലത്തിലെ ആദ്യ MLA PR കുറുപ്പായിരുന്നു. കൂത്തുപറമ്പ്, പാനൂർ എന്നീ നഗരസഭകളും പഴയ പാനൂർ, കരിയാട്, പെരിങ്ങളം പഞ്ചായത്തുകൾ, കോട്ടയം, കുന്നോത്തുപറമ്പ്, മൊകേരി, പാട്യം, തൃപ്രങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലം. 2021 കണക്ക് പ്രകാരം 1,94,344 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. നിലവിൽ ശ്രീ KP മോഹനനാണ് MLA. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും MLAയുടെ ശ്രദ്ധയെത്തുന്നു എന്നുള്ളത് ഇവിടെയുള്ള ഓരോ വികസന പ്രവൃത്തികളിലൂടെയും അറിയാൻ കഴിയും. PR കുറുപ്പ്, KM സൂപ്പി, AK ശശീന്ദ്രൻ, NA മമ്മുഹാജി, ET മുഹമ്മദ് ബഷീർ, KP മോഹനൻ എന്നിവർ പെരിങ്ങളം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചവരാണ്. കൂത്തുപറമ്പ് മണ്ഡലം രൂപീകരിച്ചപ്പോൾ ശ്രീമതി KK ശൈലജ ടീച്ചറും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. നിലവിൽ ശ്രീ KP മോഹനനാണ് പ്രതിനിധി. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ തുടങ്ങിവെച്ച സർക്കാർ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് ശ്രീ KP മോഹനൻ MLA തന്റെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം തുടങ്ങി മണ്ഡലത്തിലെ ഓരോ വികസന കാര്യങ്ങളിലും തന്റെ കയ്യൊപ്പ് ചാർത്തുന്നുണ്ട് MLA. ശ്രീമതി KK ശൈലജ ടീച്ചർ MLA ആയിരുന്ന സമയത്ത് പ്രവൃത്തിയാരംഭിച്ച കൂത്തുപറമ്പ് സ്റ്റേഡിയം, താലൂക്ക് ആശുപത്രി, കോട്ടയം കുടിവെള്ള പദ്ധതി, വിവിധ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ പ്രവൃത്തികൾക്ക് വേഗം കൂട്ടി. 67.58 കോടി രൂപ ചെലവഴിച്ചുള്ള കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും. അനന്തര പ്രവൃത്തികൾക്ക് 2023-24 വർഷത്തെ ബഡ്ജറ്റിൽ 10 കോടി രൂപ വകവരുത്തുകയും അതിൽ 2 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 12 നിലകളുള്ള ഈ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ സൗകര്യപ്രദമാക്കാൻ ആവശ്യമായ യന്ത്രസാമഗ്രികളും മറ്റുപകരണങ്ങളും വാങ്ങുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു. നമ്മുടെ ഈ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കുക എന്നുള്ളതാണ്. ജൂൺ മാസമാണ് ഈ നിർമ്മാണം പൂർത്തീകരിക്കേണ്ട സമയം. പക്ഷേ അതിനു മുൻപ് മാർച്ച് മാസത്തോടുകൂടി തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചെറുവാഞ്ചേരിയിലെ പാട്യം സാമൂഹ്യാരോഗ്യ കേന്ദ്രം, പാട്യം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം, സെൻട്രൽ പൊയിലൂർ ആയുർവേദ ആശുപത്രിയിൽ വെൽനസ് സെന്റർ, കോട്ടയം കുടുംബാരോഗ്യ കേന്ദ്രം, കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം തുടങ്ങിയവ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങളം പ്രാഥമികാരോഗ്യ കേന്ദ്രം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് 63 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടിയായി തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തിലെ തെണ്ടപ്പറമ്പിലെയും പാനൂർ നഗരസഭയിലെ മേക്കുന്നിലെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 1.5 കോടി രൂപ ചെലവിൽ മൂര്യാട് അർബൻ PHCക്ക് സ്വന്തം കെട്ടിടം നിർമ്മിച്ചു വരികയാണ്. പാനൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾക്ക് വന്നിട്ടുള്ള നിയമ തടസ്സം നീക്കാൻ സർക്കാർ പരിശ്രമിച്ചു വരികയാണ്. നിലവിലുള്ള ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് 48 ലക്ഷം രൂപയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. KP മോഹനൻ MLAയുടെ ഇടപെടലിലൂടെ നീണ്ട 21 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് IHRD കെട്ടിടത്തിന് വാടക കണക്കാക്കി സ്വന്തമായി ഭൂമി അനുവദിക്കാൻ കഴിഞ്ഞു. ഈ സ്ഥലത്ത് കോളേജിന്റെ പ്രവർത്തനം 2023 ജൂലൈ 15 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 1 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ സംഭാവന സ്വീകരിച്ച് താൽക്കാലിക ക്യാൻറ്റീനും ഇവിടെ നിർമ്മിച്ചു. കോളേജിന് 2023-24 വർഷത്തെ MLAയുടെ ഫണ്ടിൽ നിന്നും പുതിയ ബസും അനുവദിച്ചിട്ടുണ്ട്. ചുറ്റുമതിലിനായി IHRD ഫണ്ടിലൂടെ 50 ലക്ഷം രൂപയും MLAയുടെ ഇടപെടലിലൂടെ സാധ്യമായി. വെള്ളവും വെളിച്ചവും എത്താത്ത ആദിവാസി മേഖലകളിൽ തന്റെ ഇടപെടലിലൂടെ വികസനം കൊണ്ടുവരുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട് സർക്കാർ. പാട്യം പഞ്ചായത്തിലെ ഇളമാങ്കൽ കോളനിയിൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വൈദ്യുതി എത്തിക്കാനായത് ശ്രീ KP മോഹനൻ MLAയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. 5 കിലോമീറ്റർ ദൂരത്തിൽ പ്രത്യേക ലൈൻ വലിച്ചാണ് 7 ആദിവാസി കുടുംബങ്ങൾക്ക് വെളിച്ചമെത്തിക്കാൻ സാധിച്ചത്. പട്ടികവർഗ കോളനി നവീകരണത്തിനായുള്ള അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മാറമ്പ് കോളനിയിൽ കുടിവെള്ളം, വീടുകളുടെ നവീകരണം, സാംസ്കാരിക നിലയം എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ 1 കോടി രൂപ ചെലവിൽ നടന്നുവരുന്നുണ്ട്. 1 കോടി രൂപ ചെലവിൽ മുണ്ടയാട് കടവ് കോളനിയിൽ കടവ് റോഡ് നവീകരണം നടക്കും.
മുണ്ടയാട് മേഖലയിലെ ജലസംരക്ഷണത്തിന്റെ ഭാഗമായി ഭൂഗർഭ ജലവകുപ്പ് 15 ലക്ഷം ഉപയോഗിച്ച് ചെക്ക് ഡാം നിർമ്മിച്ചു. കൂത്തുപറമ്പ് സബ് ജയിൽ 2022 ജൂൺ 7 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജയിലിന്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ തസ്തിക കൂടി അനുവദിച്ചാൽ ജയിൽ പ്രവർത്തനം തുടങ്ങി. വിനോദോപാധികൾ ഉൾപ്പെടെ ഭൗതിക സൗകര്യം കൂടി വർദ്ധിപ്പിച്ചു. 2 വർഷം കൊണ്ടാണ് സബ് ജയിലിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ ജയിൽ മുറികളും പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടവും ഉപയോഗപ്പെടുത്തിയാണ് കോടതിക്ക് സമീപത്തായി സബ് ജയിൽ നിർമ്മിച്ചത്. പഴയ സബ് ജയിൽ 3,30 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ചാണ് സ്പെഷ്യൽ സബ് ജയിലാക്കിയത്. 50 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് നിലവിലുള്ളത്. കൂത്തുപറമ്പ്, മട്ടന്നൂർ കോടതികളിൽ നിന്നുള്ളവരെയാണ് ഇവിടേക്ക് റിമാൻഡ് ചെയ്യുക. കൂറ്റൻ ചുറ്റുമതിലും തടവുകാർക്കുള്ള ശുചിമുറിയും അടുക്കളയും സ്റ്റോർ മുറിയും ഓഫീസിനുമുള്ള 2 നില കെട്ടിടവും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മണ്ഡലത്തിലെ ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു. ആകെയുള്ള 147 വിദ്യാലയങ്ങൾക്കും കായികോപകരണങ്ങളും സ്പോർട്സ് കിറ്റ്, അലമാര എന്നിവയും നൽകാൻ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല സംഘത്തിന്റെ അംഗീകാരമുള്ള മണ്ഡലത്തിലെ എല്ലാ ലൈബ്രറികൾക്കും MLA ഫണ്ട് ഉപയോഗിച്ച് പുസ്തകങ്ങൾ വാങ്ങി നൽകിയിട്ടുണ്ട്. ചെറുവാഞ്ചേരിയിൽ ജനകീയ കമ്മിറ്റിയുണ്ടാക്കി പണപ്പിരിവ് നടത്തി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് 3 ഏക്കറോളം ഭൂമി ഏറ്റെടുത്ത് നൽകിയതോടെ സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറായി വരികയാണ്. 2022-23 വർഷത്തെ ബഡ്ജറ്റിൽ 5 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ടെൻഡർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. കുന്നോത്തുപറമ്പ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ഉടൻ ആരംഭിക്കും. പാനൂർ നഗരസഭയിൽ ജലവിഭവ വകുപ്പിന്റെ അധീനതയിലുള്ള ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന 3.5 ഏക്കർ സ്ഥലം കളിക്കളം നിർമ്മിക്കുന്നതിന് വിട്ടു നൽകാൻ ജലവിഭവ വകുപ്പിനോട് ആവശ്യപ്പെടുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തിലെ മുൻപുണ്ടായ ചെക്ക് ഡാം പൊളിച്ചുമാറ്റി ഭൂജല വകുപ്പിന്റെ 72 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ ചെക്ക് ഡാമിന്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. കൂത്തുപറമ്പിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ റിംഗ് റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചു. MLA ഫണ്ട് ഉപയോഗിച്ച് പാനൂരിൽ 4 കവലയിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചു. അക്കാംപറമ്പ് ചിറ്റിക്കര റോഡ്, 6 മൈൽ ഓട്ടച്ചിമാക്കോൽ കതിരൂർ റോഡ്, ചെറുപ്പറമ്പ് പാത്തികൽ റോഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കീഴ്മാടം കല്ലിക്കണ്ടി കുന്നോത്തുപറമ്പ് റോഡും തൂവക്കുന്ന് പൊയിലൂർ റോഡും നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. കല്ലിക്കണ്ടി കടവത്തൂർ കുച്ചിയങ്ങാടി ഭാഗത്തെ റോഡ് നവീകരണ പ്രവൃത്തികൾക്ക് 96 കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. കുന്നോത്തുപറമ്പ് തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 2.16 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കല്ലിക്കണ്ടി പാലം 2023 ഓഗസ്റ്റ് 5 പൊതുമരാമത്ത് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അണിയാരം മുട്ടുങ്കാവ് പാലത്തായി റോഡ് നവീകരണത്തിന് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ നിന്നും 2,55 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പുത്തൂർ പോസ്റ്റ് ഓഫീസ് കൈവേലിക്കൽ നിളങ്ങൽ ചേരിക്കൽ റോഡ് നവീകരണത്തിന് 6 കോടി രൂപയുടെ നബാർഡ് ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ചെറ്റക്കണ്ടി വിളക്കോട്ടൂർ സെൻട്രൽ പൊയിലൂർ ചമതക്കാട് വടക്കേ പൊയിലൂർ റോഡ് നവീകരിക്കുന്നതിന് കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ നിരവധി ഗ്രാമീണ റോഡുകൾ MLA ഫണ്ട്, വെള്ളപ്പൊക്ക നിവാരണ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിരവധി റോഡുകൾ നന്നാക്കാനുണ്ട്. 5 കോടി രൂപ അനുവദിച്ച പെരിങ്ങത്തൂർ അണിയാരം ബാവാച്ചി റോഡ് നിർമ്മാണ പ്രവൃത്തി നാടിന്റെ ആകെ മാതൃകയായി പൂർത്തിയായി വരികയാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീടും കടമുറികളും നഷ്ടമായവർക്ക് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് വീടും കടമുറികളും നാട്ടുകാരുടെ സഹായത്തോടെ നിർമ്മിച്ചു നൽകി മാതൃകയാവുന്നുണ്ട് ഈ നാട്ടുകാർ. പെരിങ്ങത്തൂർ ബോട്ട് ജെട്ടി പുല്ലൂക്കര തീരദേശ റോഡ് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ ആദ്യഘട്ടമായി അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കെ സ്റ്റോറുകളിൽ 2 ഈ മണ്ഡലത്തിലെ സെൻട്രൽ പൊയിലൂരിലും വടക്കേ പൊയിലൂരിലും അനുവദിച്ചിട്ടുണ്ട്. വിശപ്പുരഹിത പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങത്തൂരിൽ
സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. ഇണവക്കലിൽ മത്സ്യഫെഡിന്റെ ഫ്രഷ് ഫിഷ് മാർട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിക്കൂട്ടങ്ങൾക്കായി ഭൂമിയുള്ള അങ്കണവാടികൾക്കെല്ലാം സ്വന്തം കെട്ടിടം. 18 അങ്കണവാടികളിൽ 15 എണ്ണത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയുള്ള അങ്കണവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുമെന്ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുപ്രകാരം 6 അങ്കണവാടികൾക്ക് കൂടി പുതുതായി ഫണ്ട് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊകേരിയിൽ കൺവെൻഷൻ സെന്റർ, കൂത്തുപറമ്പിൽ ജെൻഡർ കോംപ്ലക്സ്, കിടത്തി ചികിത്സയുള്ള ആയുർവേദ ആശുപത്രി, ബസ് ടെർമിനൽ, KG സുബ്രഹ്മണ്യം സ്മാരക ആർട്ട് ഗാലറി, പാട്യത്ത് വാഗ്ഭടാനന്ദ സ്മാരക സാംസ്കാരിക സമുച്ചയം തുടങ്ങിയ വമ്പൻ പദ്ധതികൾ വേഗത്തിൽ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പൊയിലൂരിലെ പത്തായക്കല്ല് പാലം പുനർനിർമ്മിക്കാൻ 2.25 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ചിറ്റാരിത്തോട് പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ്. പാനൂർ നഗരസഭയിലെ കിടഞ്ഞി തുരുത്തിമുക്ക് പാലത്തിന്റെ നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുക്കൽ വലിയ പ്രശ്നമായിരുന്നു. മന്ത്രിതലത്തിൽ ഉൾപ്പെടെ നിരവധി യോഗങ്ങൾ നടത്തി സ്ഥലമേറ്റെടുത്തെങ്കിലും കരാറുകാരൻ പിന്മാറി. ഇപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് 3 തവണ ടെൻഡർ ചെയ്തിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധിക തുക കാട്ട് ചെയ്തതിനാൽ സർക്കാർ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കാൻ കഴിയും. ആനപ്പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. കാർഷിക മൃഗസംരക്ഷണ ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്ത മണ്ഡലം എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ നടന്നുവരികയാണ്. മണ്ഡലത്തിലെ വിവിധ തോടുകളുടെയും ജലസ്രോതസ്സുകളുടെയും സംരക്ഷണത്തിനായുള്ള പദ്ധതി തയ്യാറാക്കി 182 കോടി രൂപയുടെ പ്രോജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ജലസംരക്ഷണ പദ്ധതികളുടെ ഭാഗമായി തൃപ്രങ്ങോട്ടൂരിലും പാട്യത്തെ മുണ്ടയാട് കോളനിയിലും പുതുതായി ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുണ്ട്. മൊകേരി പഞ്ചായത്തിൽ ഈ വർഷം കേരഗ്രാമം പദ്ധതി അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ലാബ് ഉൾപ്പെടെയുള്ള പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും. കണ്ണവൻ ട്രൈബൽ സ്കൂൾ, പുതുശ്ശേരി ഗവൺമെന്റ് UP സ്കൂൾ എന്നിവയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച നരിക്കോട്ടുമല ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മെയ് 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കനകമലയിലും കരിയാട് പ്രഭാവതി കുന്നിലും ടാങ്ക് സ്ഥാപിക്കാനുള്ള ടെൻഡർ നടപടിയായിട്ടുണ്ട്. അമൃത് പദ്ധതിയിലൂടെ 2 നഗരസഭയിലും പ്രത്യേകം കുടിവെള്ള പദ്ധതിയുണ്ട്. പാട്യം, മൊകേരി, കുന്നോത്തുപറമ്പ്, തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തുകളിലെ ജലജീവൻ മിഷൻ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനായി ടാങ്കുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. കുന്നോത്തുപറമ്പ്, തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തുകളിൽ ഗാർഹിക കണക്ഷൻ നൽകുന്നതിന് പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നുവരികയാണ്. പ്രവൃത്തി ഉദ്ഘാടനം നവംബറിൽ നടക്കും. കടവത്തൂരിലെ മലയംകുണ്ട് കേന്ദ്രീകരിച്ച് വനിതാ സൗഹൃദ പാർക്ക് ഉൾപ്പെടെ നിർമ്മിക്കാനും മയ്യഴിപ്പുഴ കേന്ദ്രമാക്കി ടൂറിസം പദ്ധതികൾക്ക് രൂപം നൽകാനും സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട്. തൃപ്രങ്ങോട്ടൂർ വില്ലേജ് വിഭജിച്ച് പൊയിലൂർ വില്ലേജ് രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിച്ചു വരികയാണ്. ചെണ്ടയാട് നവോദയ കുന്നിൽ കിൻഫ്ര വ്യവസായ പാർക്കിന് ഭൂമി ഏറ്റെടുക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ നടപടികൾ വേഗത്തിലായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1178 അപേക്ഷകളിൽ 2023 ഏപ്രിൽ വരെയായി 2,75,61,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വികസനത്തിന്റെ നവമാതൃകകൾ സൃഷ്ടിച്ച് മാറ്റത്തിന്റെ പുതിയ പാതയൊരുക്കിക്കൊണ്ട് മുന്നേറുകയാണ് ജനകീയ സർക്കാരിനൊപ്പം കൂത്തുപറമ്പ് നിയോജക മണ്ഡലവും.